ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതിനൊക്കെ ഞാൻ പകരം വീട്ടുന്നുണ്ട്. കുറെ കാലം കഴിയുമ്പോ നിങ്ങളുടെയൊക്കെ കല്യാണം വരുമല്ലോ. എന്നാ എന്റെ പകരം വീട്ടില് അത് അന്ന് അച്ഛൻ പകരം വീട്ടിക്കോ. പക്ഷേ ഇന്ന് ഞാനും ആദ്യം പറയണ കേൾക്കണം. നിങ്ങൾ രണ്ടുപേരും കൂടി ചെറിയമ്മയെ കാണാനൊന്ന് വരണം. ഇത് നിത്യേച്ചിക്ക് വേണ്ടി അമ്മ തന്നയച്ചതാ. പിടിക്കേ. ഇതെന്താ ഇത്? എന്തിനാ ചെറിച്ച ഇതൊക്കെ? ശിവാനന്ദ, നിത്യക്ക് അണിയാനുള്ള ആഭരണങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്നാലും ഏട്ടനൊരു കടമയില്ലേ, അതിപ്പോ ഞാനല്ലേ ചെയ്യേണ്ടത്. മോളെ, മോൾ ഇതൊന്ന് കയ്യിലും കഴുത്തിലൊക്കെ ഒന്ന് ഇട്ടോണ്ട് വന്നേ, ചെറിയച്ഛനൊന്ന് കാണട്ടെ. நல்லா இருக்கு. ഇതുകൂടി അതിന്റെ കൂടെ വെച്ചേക്ക്. என்ன சார் இது? இதுதான் ஒரு கல்யாணத்துக்கு போதுமே. എന്താ പറയാ ശിവാനന്ദ, ഇതൊന്നും വേണ്ടായിരുന്നു. നിത്യേച്ചിയുടെ വിവാഹത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ കഴിഞ്ഞ കുറെ കാലം നിത്യേച്ചിയെ കാണാതെയും സങ്കടപ്പെട്ടുമൊക്കെ ഞങ്ങൾ ഒരുപാട് അലഞ്ഞു. സത്യത്തിൽ അപ്പോഴാ നിത്യേച്ചി ഞങ്ങൾക്ക് എത്രയും പ്രിയപ്പെട്ട ആളാണെന്ന് ഞങ്ങളൊക്കെ തിരിച്ചറിഞ്ഞത്. മോളെ, എങ്കി മോള് ചെന്നൊരുങ്ങിക്കോ. ചെല്ല്. ദാ അച്ഛൻ മോളുടെ കൂടെ തന്നെ ഉണ്ടാവും, ഈ ചെറിയച്ഛനും. ചെല്ല്. ഇത് ഉള്ള വെച്ച് വരാം. ശരി, പോയിട്ടോ. അച്ഛാ, ഇതുവരെ റെഡി ആയില്ലേ? ഞാൻ എപ്പോഴേ റെഡി. അയ്യേ, ഇങ്ങനെയാണോ കല്യാണം കഴിക്കാൻ പോണേ? ഈ മുടി എന്ന് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നേ? ഈ ഷർട്ടിന്റെ കൈ എന്ന് ഇങ്ങനെ ഇരിക്കുന്നേ? ഇതിനെന്താ കുഴപ്പം? ഈ അച്ഛനൊന്നും അറിയില്ല. പാടത്തേക്ക് പോണ പോലെയാണോ കല്യാണം കഴിക്കാൻ പോണേ? ഇവൻ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഇതുവരെ മാറിയില്ലേ? പറഞ്ഞിട്ടുണ്ട്. അമ്മാവനെ കാണാനാണെങ്കിൽ ആള് താഴെയുണ്ട്. ഞാൻ തന്നെയാണ് നിന്റെ അമ്മാവൻ. ആണോ? ഞാൻ വിചാരിച്ചതോ കൊച്ചു പയ്യനായിരിക്കും. ആ, അപ്പൂപ്പനെ കാണാൻ അച്ഛനേക്കാളും ഭംഗിയുണ്ട്. കണ്ടാ, പിള്ളേ മനസ്സിൽ കള്ളമില്ല. അപ്പൂപ്പ, അച്ഛൻ ഒരുങ്ങി നിൽക്കുന്ന കണ്ടില്ലേ? എന്തെങ്കിലും ഭംഗിയുണ്ടോ? അയ്യേ. എന്തായാലും കഥകളിയിലെ കരിവേഷമൊന്നും അല്ല. എടി, ഇതിനേക്കാൾ ഭംഗിയുള്ള ഒരു അച്ഛനെ നീ വേറെ കണ്ടുപിടിക്കേണ്ടി വരും. അച്ഛാ, ആ മുടി ഒന്ന് മാറ്റി ചെയ്യേ. എന്നിട്ട് ആ ഷർട്ടിന്റെ കൈ ഒന്ന് നേരിട്ടേ. പിന്നല്ലാതെ. ഇവിടെ ഉണ്ടായിരുന്ന സ്പ്രേ എവിടെ? കുടുംബത്തിലെ കാരണവര് പറയണതേ നീ അങ്ങ് അനുസരിച്ചോളണം. കല്യാണി, ആദി, നീ എന്താ വൈകിയേ? മോൻ ആരുടെ കൂടെയാ വന്നേ? ജ്യോതിയുടെ കൂടെ. താഴേക്ക് പോയിട്ടുണ്ട്. അതെ, രണ്ടുപേരുടെയും വലിയ ആഗ്രഹമായിരുന്നല്ലോ അച്ഛന്റെ അമ്മയുടെ വിവാഹം, അല്ലേ? ഈ കല്യാണി മോള് പറയുവാ ഹരി അങ്ങൾ ഒരുങ്ങിയത് ശരിയായിട്ടില്ല എന്ന്. അല്ല, അതൊരു സത്യവാ. അപ്പം എന്തായാലും രണ്ടുപേരും കൂടി ഒന്ന് ഹരി അങ്കിളിനെ ഒന്ന് ശരിയാക്കിക്കേ. എന്താ മാവി പറഞ്ഞു കൊടുക്കുന്നേ? പിള്ളേര് പറയുന്നുള്ളൂ നിന്നോട്. അങ്ങനെയെങ്കിലും നിന്റെ മുഖത്ത് ഇച്ചിരി വെട്ടവും വിളിച്ചൊക്കെ വരട്ടെ, എന്നെ പോലെ. എന്തോ കൊലയാ?
കൊല ഇപ്പൊ ഇവിടെ നടക്കും. അച്ഛാ ആ ഇവിടെ ഇരിക്ക്. ആ ഇവിടെ ഇരിക്കാനാ ഓക്കേ, പറഞ്ഞത്. ഓക്കേ, ഓക്കേ. വാ, ഇരിക്ക്. പതുക്കെ. ആ, ആദി തുടങ്ങാം. തുടങ്ങാം. ഇപ്പൊ സുന്ദരനായിട്ടുണ്ടല്ലേ? ഇപ്പൊ നോക്ക്, കണ്ണാടിയിലൊന്ന് നോക്കിയേ. ഇപ്പൊ നമ്മള് നിത്യാമ്മയുടെ ചെറുക്കനായി അല്ലേ ആദി? പിന്നെ ഈ ഹരിയങ്ങള് ഇപ്പൊ ചുള്ളനല്ലേ? ഇതിനൊക്കെ ഞാൻ പകരം വീട്ടുന്നുണ്ട്. കുറെ കാലം കഴിയുമ്പോ നിങ്ങളുടെയൊക്കെ കല്യാണം വരുമല്ലോ. ആ എന്നാ എന്റെ പകരം വീട്ടില്. അത് അന്ന് അച്ഛൻ പകരം വീട്ടിക്കോ. പക്ഷേ ഇന്ന് ഞാനും ആദ്യം പറയണ കേൾക്കണം. ആ ശരി, ഇന്നത്തെ ദിവസം നിങ്ങൾ രണ്ടുപേർക്കുമായിട്ട് വിട്ടു തന്നിരിക്കുന്നു. പോവാം. വാ. വാ. കുറിച്ച് പറയുമ്പോഴൊക്കെ അമ്മ വലിയ ബഹളായിരുന്നല്ലോ. ഇന്നിപ്പോ ഇത് എന്ത് പറ്റി? അതാ ഞാൻ പറഞ്ഞേ, ഞാൻ പറയുന്നത് പോലെ അമ്മ കേൾക്കുന്നില്ല. അമ്മയ്ക്ക് എന്താ ഇത്ര ടെൻഷൻ? ടെൻഷനൊന്നുമില്ല മോളെ, സത്യമായിട്ടൊന്നുമില്ല. അമ്മേ, 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 അമ്മേ. ജ്യോതി വന്നു തോന്നുന്നു. ഞാനൊന്ന് നോക്കിയിട്ട് ഇതാ വരുന്നു. മധുര നൊമ്പരക്കാറ്റ്